അരുണാചല ദിരാങ്ങിൽ നിന്നുള്ള അടുത്ത എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ദിരാങ്ങിലെ ഒരു മണ്ഡല ടോപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. അവിടെ 27 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് വേണം ഇവിടെ എത്താനായിട്ട്. അതും ഫുള്ള് ചുരം കയറിയിട്ട് വേണം വരാനായിട്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ബുദ്ധൻ്റെ പ്രതിമ ഉണ്ട്. ആ പ്രതിമ കാണാനാണ് വന്നിട്ടുള്ളത്. തണുപ്പ് കൊണ്ടൊന്നും സംസാരിക്കാൻ തന്നെ കഴിയുന്നില്ല, ആ രീതിക്കാണ്. അത്രയും തണുപ്പാണ് ഇവിടെ. കയ്യൊക്കെ ആകെ മരവിച്ച അവസ്ഥയാണ്. അപ്പോൾ ഈ ബുദ്ധ പ്രതിമ കണ്ടില്ലേ, നല്ലൊരു പ്രതിമ ഉണ്ട് ബുദ്ധൻ്റെ. അതിൻ്റെ ചുറ്റുഭാഗത്തു നിന്നുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. തണുപ്പാണ് ഇവിടെ സഹിക്കാൻ കഴിയാത്തത്. അധികം ടൂറിസ്റ്റുകളൊന്നും ഇവിടെ അല്ല. ഇതിൻ്റെ ചുറ്റിലും കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഇവിടെ ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു കാഴ്ച കണ്ടില്ലേ, ഐസായിട്ട് ഉറഞ്ഞു പോയിട്ടുണ്ട് വെള്ളം. കണ്ടില്ലേ, ഇത് വെള്ളം ഉറഞ്ഞു പോയതാണ്. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. ഗേറ്റൊക്കെ ഒരു പ്രത്യേക രീതിയിലാട്ടോ, നടന്ന് മാത്രം പോകാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു ഇടവഴി കൂടെ വന്നിട്ട് വേണം ഇങ്ങനെ കയറാനായിട്ട്. പിന്നെ ഇവിടെ കുറച്ച് സ്തൂപങ്ങളുണ്ട്. ഓരോ സ്തൂപങ്ങളും ഓരോരുത്തർ സ്പോൺസർ ചെയ്തതാണ്. ഇത് കണ്ടില്ലേ, ഇത് 1, 2 അങ്ങനെ കുറേ സ്തൂപങ്ങൾ ഇവിടെ ഓരോരുത്തർ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റുഭാഗം ഇങ്ങനെ റൗണ്ടിൽ നടന്ന് പോവാം. അങ്ങനെ റൗണ്ട് ചെയ്തിട്ട് കറങ്ങി അതേ പഴയ സ്ഥലത്തേക്ക് തന്നെ എത്താം. ഈ മണ്ഡല ടോപ്പ് എന്ന് പറയുന്നത് 10,000 അടി ഉയരത്തിലാണ് കേട്ടോ ഉള്ളത്. അതുപോലെ ഈ ബുദ്ധൻ്റെ പ്രതിമ 22 അടി ഉയരമാണ് ഈ പ്രതിമയ്ക്കുള്ളത്. അത് വെങ്കലം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ വഴീൻ്റെ 2 ഭാഗത്ത് കാണുന്നത് ചെറിയ ടെമ്പിളാണ്. അതൊരു സർക്കിൾ രൂപത്തിലാണ് കാണാൻ കഴിയുക. മൊത്തത്തിലൊരു കളർഫുള്ളായിട്ട് നല്ല ഭംഗിയിലാണ് ഇതൊക്കെ കാണാൻ കഴിയുന്നത്. നല്ല തണുപ്പുമാണ് ഇവിടെ ഉള്ളത്, കാരണം 10,000 അടി ഉയരത്തിലാണല്ലോ. 108 സ്തൂപങ്ങളാണ് ഇതിലുള്ളത്. ഇതൊക്കെ ഓരോരുത്തർ സ്പോൺസർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. കാരണം ഈ തണുപ്പും ഈ ഒരു കുന്നിൻ്റെ മുകളിലുള്ള ഈ ഒരു സ്തൂപങ്ങളും അതുപോലെ ഈ ബുദ്ധനും ഒക്കെ ഒരു പ്രത്യേക രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയൊരു ഇടവഴിയാണ്, അതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു മതിലും ഉണ്ട്. പിന്നെ കുറേ കൊടികൾ, പല വർണ്ണങ്ങളിലായിട്ടുള്ള വർണ്ണക്കൊടികളും ഒക്കെ ഉണ്ട് ഇവിടെ കാണാനായിട്ട്. ഇത് വരുന്നത് വെസ്റ്റ് കാമെങ് ജില്ലയിലാണ് കേട്ടോ, അരുണാചലിലെ. ഇവിടേക്ക് എത്തിപ്പെടാൻ കുറേ ദൂരമുണ്ട്, അതുപോലെ നല്ല തണുപ്പുമാണ്. ഈ കയറ്റം കയറി വരുമ്പോൾ ഏറ്റവും ടോപ്പിലെത്തും തോറും നല്ല തണുപ്പാണ്. പിന്നെ ഉള്ള ആളൊക്കെ ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇതിൻ്റെ ഏറ്റവും മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ അതുപോലെ ഒരു ഗേറ്റ് ഉണ്ട്. അതും ഇതുപോലെ വേണം നടന്നു വരാനായിട്ട്. പക്ഷെ അപ്പുറത്തേക്ക് വഴിയില്ല. വഴി ഇതിൻ്റെ പിന്നിൽ കൂടെയാണുള്ളത്, ആ ഭാഗത്ത് കൂടെ. മുന്നിൽ കൂടെ വരുമ്പോൾ ഇതങ്ങനെ സ്റ്റെപ്പ് കയറി ഇങ്ങനെ വരാം. ഇപ്പോൾ ഇതാ മുന്നിൽ ബുദ്ധ പ്രതിമ കാണാം. പിന്നെ ഇവർ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഇങ്ങനെ പൈൻ മരങ്ങളെ കൊമ്പൊക്കെ കത്തിക്കും. അതാണ് ഈ കാണുന്നത്. ഈ ടെമ്പിളുകളൊക്കെ ഗോംബെ എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. ഇത് റോഡ് സൈഡിലൊക്കെ മിക്കവാറും ചില സ്ഥലങ്ങളിലൊക്കെ ഇതുപോലത്തെ ഗോംബെകൾ കാണാൻ പറ്റും. എന്തായാലും ഈ കുന്നിൻ മുകളിലുള്ള ബുദ്ധ പ്രതിമയും അതുപോലെ ഒരുപാട് ഗോംബെകളും ഒരുപാട് സ്തൂപങ്ങളും ഒക്കെ ഒരു സർക്കിൾ രൂപത്തിലാണ് ഇത് കാണാൻ കഴിയുന്നത്. പിന്നെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇത് നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നല്ല കളർഫുള്ളായിട്ട് നല്ല ഒരു പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലത്തും കൂടിയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ദൂരം ഓടിച്ച് വന്നത് വെറുതെ ആയില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വേണം ദിരാങ് തന്നെയുള്ള മറ്റ് കാഴ്ചകളിലേക്കൊക്കെ പോവാം. ദിരാങ് സോങ് ഉണ്ട്, ദിരാങ് വാലി ഉണ്ട്, പിന്നെ കുറേ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികളുണ്ട്. അപ്പോൾ പറ്റുന്ന അത്രയൊക്കെ കാണണം. ഇന്ന് നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയാണ്, അതുകൊണ്ട് തന്നെ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ കോട മൂടി അല്ലെങ്കിൽ മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ ഈ ഒരു ടെമ്പിളുകൾ ഇവിടെ മാത്രമാണ് ഒരുമിച്ച് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും റോഡിൻ്റെ സൈഡിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കണ്ടില്ല, നല്ല മഞ്ഞ പെയിൻ്റൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് സമയം കളയണില്ല, അടുത്ത കാഴ്ചകളിലേക്ക് പോട്ടെ.
പൈൻ മരങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അത്ര ടോപ്പ് ഹൈറ്റിലായതുകൊണ്ടേ ഈ ഒരു ടൈപ്പ് മരങ്ങളാണ് ഇവിടെ മൊത്തത്തിൽ ഉണ്ടാവുള്ളൂ. ബ്ലാക്ക് ഐസ് ഉണ്ടെങ്കിൽ വണ്ടി സ്ലിപ്പാവും. ഇതാണ് യാക്കുകൾ. കണ്ടില്ല, ധ്രുവപ്രദേശങ്ങളിലൊക്കെയാണ് ഈ ഒറ്റകളെ കാണാൻ കഴിയുക. റോട്ടിൽ തന്നെ ബ്ലോക്കാക്കി നിൽക്കുകയാണ്. വഴിമാറൂ വഴിമാറൂ, കുത്തല്ലേ കുത്തല്ലേ. എന്താ അറിയില്ല കേട്ടോ. ഇല്ല, കുഴപ്പമില്ല. ഒക്കെ നോക്കി നിൽക്കുകയാണല്ലോ. പോട്ടെ, ബൈ ബൈ. ഇവിടെ കണ്ടില്ലേ കുറേ ആൾക്കാർ താമസിക്കുന്നത്. അവരുടെ വീടും മരം കൊണ്ടുണ്ടാക്കിയ വീടും വിറകൊക്കെ കണ്ടില്ലേ. പൈൻ മരങ്ങൾ കൊണ്ട് വിറകുണ്ടാക്കിയിട്ട്, പൈൻ മരങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ വിറകിനൊന്നും യാതൊരു പ്രശ്നമില്ല. ഈ മലഞ്ചെരുവിലൊക്കെയാണ് ആളുകൾ ജീവിക്കുന്നത്. എന്തുമാത്രം കഷ്ടപ്പെട്ട് അവരൊക്കെ ജീവിക്കണമെന്ന് അറിയോ. തണുപ്പും സഹിച്ച് സൗകര്യങ്ങളൊക്കെ വളരെ കുറവാകും ഇവിടെ. ഒരു 4-5 മണിയാകുമ്പോഴേക്ക് നല്ല തണുപ്പായി. പിന്നെ എല്ലാവരും കടന്നുറങ്ങും. കാരണം പിന്നെ ഇരുട്ടായി കഴിഞ്ഞാൽ തണുപ്പും സഹിച്ചൊന്നും ആരും നടക്കൊന്നുമില്ല. അപ്പോൾ നാട്ടിലത്തെ സൗകര്യങ്ങളും ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെയൊക്കെ സൗകര്യങ്ങൾ വളരെ കുറവാണ്. ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ, പഠിക്കാനുള്ളതാണെങ്കിൽ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ കുറവാണ്. ഞാനിപ്പോൾ ഉള്ളത് ദിരാങ് സോങ്ങിലാണ് കേട്ടോ. ദിരാങ്ങിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടയാണിത്. ദിരാങ് അറിയപ്പെടുന്നത് തന്നെ ഈ ഒരു പ്രദേശത്തിൻ്റെ പേരിലാണ്. ദിരാങ് സൂ എന്നാണ് ആദ്യം അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ ദിരാങ് സോങ് എന്നാണ്. ഈ സോങ് പൊതുവെ കാണുന്നത് ടിബറ്റിലും അതുപോലെ ഭൂട്ടാനിലൊക്കെയാണ്. അപ്പോൾ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു സോങ് ആണിത്. ഈ കോട്ട എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, പുറത്തു നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നും ഇവിടുത്തെ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ന് അറിയാൻ കഴിഞ്ഞത്. അതായത് 1831 ഈ കോട്ട ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഇവിടുത്തെ ഒരു പ്രധാന ചരിത്ര സംഭവമാണ്. ഇതിൻ്റെ അകത്തൊരു ജയിലായിട്ട് ഉപയോഗിച്ച ഒരു സ്ഥലമുണ്ട്. അപ്പം അതൊന്ന് കാണാം. ഇത് കണ്ടില്ലേ, വലിയ മരത്തടിയിലൊക്കെ ഉണ്ട് ഇതിൻ്റെ വാതിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാ ജയിലായിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നത് ഇതാണ് ജയിലായിട്ട് ഉപയോഗിച്ചിരുന്നത്. 2ാം ലോക മഹായുദ്ധ കാലത്താണ് ഇതൊരു ജയിലായിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നിലവിൽ അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ആളുകൾ, പുരോഹിതന്മാരൊക്കെ ഇവിടെയാണ് താമസിക്കൽ. തട്ടുമ്പുറൊക്കെ മരം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ അടിഭാഗവും മരമാണ്. ചുമരൊക്കെ കല്ലാണ്. കണ്ടില്ലേ, കല്ലാണ് ഇതൊക്കെ. ഇവിടുത്തെ പുരോഹിതന്മാരൊക്കെ ഇവിടെയാണ് താമസിക്കൽ. ഇപ്പം നിലവിൽ ഇവിടെ 3 ആളെയാണ് കാണാൻ കഴിഞ്ഞത്. സോങ്ങിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള പുറത്തേക്കുള്ള കാഴ്ചകളാട്ടത്. അപ്പുറത്ത് മലനിരകളും കുറേ വീടുകളും ഒക്കെ കാണാം. ഇതതിൻ്റെ താഴ്ഭാഗമാണ്. ദിരാങ് സോങ്ങിൽ നിന്ന് പോവുകയാണ്. ഒരു താൽക്കാലിക കോണി പോലെയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. സ്ലിപ്പാവാതെ നോക്കണം. ഇതിന്റെ ഉള്ളിലൊക്കെ നിലവിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഈ കോണി ഇറങ്ങിയിട്ടാണ് ഇപ്പൊ ഞാൻ വന്നത്.
പണ്ട് കാലത്തൊക്കെ ഒരു ഭരണകേന്ദ്രവും അതുപോലെ കേസുകളൊക്കെ തീർപ്പാക്കിയതൊക്കെ ഇവിടെ വെച്ചിട്ടാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു മെയിൻ ഹെഡ് ക്വാർട്ടർ എന്നുള്ള രീതിയിലാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഞാനിങ്ങോട്ട് വന്ന സമയത്ത് ഇവിടുത്തെ ഒരു പ്രധാന പുരോഹിതൻ്റെ ഒപ്പമാണ് വന്നത്. അപ്പോൾ അവിടെ പ്രാർത്ഥിക്കാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ കുറേ ഒരു 20 മിനിറ്റോളം അതിൻ്റെ ഉള്ളിലിരുന്ന് അവരെ പ്രാർത്ഥനയൊക്കെ കേട്ടിട്ടാണ് തിരിച്ചിറങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ ചുറ്റിലും കുറേ വീടുകളൊക്കെ ഉണ്ട്. ഇതൊരു അമ്പലമാണ്. ഇതിപ്പോൾ അടച്ചിട്ടതാണ്. ഇപ്പോൾ ഇവിടെ പ്രാർത്ഥനയോ കാര്യങ്ങളൊന്നും ഇപ്പം നിലവിൽ ഇവിടെ അല്ല. ഇവിടെ ഒരു പഴയ വീടുണ്ട്. ഇത് മുള വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മുള വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മണ്ണ് തേച്ചതാണ്. അങ്ങനത്തെ ഒരു വീടാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെയൊക്കെ ഒരു നിർമ്മിതി കണ്ടില്ലേ? ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലൊക്കെ നല്ല ഉറപ്പ് ഉള്ള ഒരു രീതി അറിഞ്ഞാൽ ഈ ഒരു രൂപത്തിലൊക്കെ തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, തണുപ്പിൽ നിന്നും ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു രീതിയിലാണ് ഈ കെട്ടിട നിർമ്മാണം. ഇവിടെയുള്ള മുഴുവൻ കെട്ടിടങ്ങളും ഇതുപോലെയാണ്, കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന് താഴെയായിട്ടാണ് ദിരാങ് ചൂ ഒഴുകുന്നത് കേട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ്. പിന്നെ ഇവിടെ ഓറഞ്ച് കണ്ടില്ലേ, ഓറഞ്ച് തോട്ടമുണ്ട്. അപ്പുറത്തെ വീടുകളുണ്ട്. ഇതാ കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. ഈ വീട് മരത്തിൻ്റെ വീടാണ്. പക്ഷേ ഇതിൻ്റെ താഴെ കണ്ടില്ലേ, കല്ലുകൾ വെച്ച് കൽത്തൂണുകൾ വെച്ചിട്ടാണ് മുകളിൽ ഇങ്ങനെ ഒരു വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ എല്ലാ കെട്ടിടങ്ങളും പുരാതന കെട്ടിടങ്ങളാണ് കേട്ടോ. എല്ലാതും ഇതുപോലെ കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. വേറെ സിമെൻറ്റോ കാര്യങ്ങളൊന്നും തേച്ചിട്ടൊന്നുമില്ല. എല്ലാ വീടുകളും ഇതുപോലെ കല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. കല്ലും അതുപോലെ മണ്ണ്, സിമെൻറ്റിനൊക്കെ പകരം മണ്ണാണ്. വിറകൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. പൈൻ മരങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് വിറകിനൊന്നും ഒരു ക്ഷാമവും ഇല്ല. ഇതുവഴിയാണ് സോങ്ങിലേക്ക് പോവുക. ഇങ്ങനെ പോയി കഴിഞ്ഞാലാണ് സോങ്ങിലെത്തുക. ആ കാണുന്നതാണ് സോങ്. മോൺപ എന്ന് പറയുന്ന ഒരു ട്രൈബൽ വിഭാഗമാണ് കേട്ടോ ഇവിടെ താമസിക്കുന്നത്. ഈ സോങ്ങിൻ്റെ ചുറ്റുഭാഗത്തും അവരെ വീടുകളാണ് ഇതെല്ലാം. ഇവിടെയൊക്കെ എന്ത് രസമാണ് ഇവിടെയൊക്കെ ജീവിക്കാൻ. ചുറ്റും മലകളും വീടുകളും നല്ല തണുപ്പും. ആ കാണുന്ന റോഡാണ് ബോംഡില. ഇങ്ങനെ പോയാൽ തവാങ്ങിലെത്തും. അപ്പോൾ ഇതിൽ നേരെ കാണുന്ന വഴിതാ. ഈ സ്റ്റെപ്പ് കയറിയിട്ട് വേണം ഇങ്ങനെ പോവാൻ ഈ സോങ്ങിലെത്താം. ഇതങ്ങനെ പോയി കഴിഞ്ഞാൽ സോങ്ങിലെത്തും. ആളുകളൊക്കെ കല്ല് കൊണ്ടുപോകാനും അതുപോലെ വിറക് കൊണ്ടുപോകാനൊക്കെ ഈ കൊട്ടയാണ് ഉപയോഗിക്കുക. ഇതിലിട്ടിട്ടാണ് ഇവർ കല്ല്, വിറക് അതുപോലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോവുക. താഴെയും അതുപോലെ മോൺപ ട്രൈബ്സിൽപ്പെട്ട ആളുകളാണ്. അവരെ വീടുകളാണ്. ഇതൊക്കെ ഒരേ ടൈപ്പിലാട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒക്കെ കല്ല് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള വീടുകളാണ്. ചെറിയ രീതിയിൽ കൃഷി കാണാം. അതുപോലെ ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി തൊട്ട് മുകളിലായിട്ട് ആ മല മുകളിൽ കാണാം. അടുത്തത് ശാന്തി വാലിയിലേക്കാണ് കേട്ടോ. ദിരാങ്ങിന്ന് ഒരു 7 കിലോമീറ്റർ പോകണം. നല്ല അടിപൊളി ഒരു വാലിയാന്നാണ് പറഞ്ഞത്. അപ്പം അതൊന്ന് കാണാമെന്ന് വിചാരിച്ചു. ഒന്നും ഒഴിവാക്കണ്ടല്ലോ. ഏതായാലും ദിരാങ്ങിലാണ് ഇപ്പം എന്താ സ്റ്റേ ചെയ്യുന്നത്. അപ്പം മൊത്തം കാണുക. എന്നിട്ട് എപ്പോഴെപ്പോഴും വരൂല. വരുന്ന സമയത്ത് എല്ലാ സ്ഥലങ്ങളും കാണുക എന്നുള്ളതാണ്. ഓ, ആ മലയിൽ ഫുള്ള് പൈൻ മരങ്ങളാണ്. ഇവിടെയൊക്കെ നല്ല പച്ചപ്പുള്ള സമയത്ത് നല്ല രസമാവും. ഇപ്പൊ പുല്ലൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. പച്ചപ്പൊക്കെ ആവുമ്പോൾ എന്താവും ഇവിടുത്തെ ഒരു ഭംഗി. ഇതല്ല, ഇത് ഗോംബയാണ് കേട്ടോ. ഗോംബ ഇതുപോലത്തെ കുറേ കാണാം ഇവിടെ. പിന്നെ കുറേ ഹോം സ്റ്റേകളൊക്കെ ഒരുപാടുണ്ട് ഇവിടെ. ദിരാങ് ചൂ അപ്പുറത്ത് കൂടെ ഒഴുകി പോകുന്നുണ്ട്. ഇതൊക്കെ ശാന്തി വാലിന്റെ ഭാഗങ്ങളാട്ടോ. അതവിടെ ശാന്തിനൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ. പിന്നെ തണുത്ത കാലാവസ്ഥയും ഇവിടുത്തെ വീടുകളും ചുറ്റുപാടുകളും എല്ലാം അടിപൊളിയാണ്. പക്ഷെ ഇങ്ങോട്ടൊക്കെ എത്തിപ്പെടാനും ഈ കൊടും തണുപ്പൊക്കെയാണ് ബുദ്ധിമുട്ട്. തോട്, ആ തോടിന്റെ മുകളിലൊരു വീട്, അതിന്റെ ഉള്ളിൽ കൂടെ ഉണ്ട് വെള്ളം ഒഴുകി വരുന്ന കണ്ടില്ലേ? എവിടെയും കാണാത്തൊരു സംഭവമാണ് ഇതൊക്കെ.
ശാന്തി വാലിയുടെ ഭാഗങ്ങളാണ് ഇതൊക്കെ. പക്ഷേ ഈ സമയമായപ്പോഴേക്ക് ഇരുട്ടായിട്ടോ. അപ്പോൾ 3:30 3:45 ഇരുട്ടായ ഒരു അവസ്ഥയാണ് ഇവിടെ. പാടങ്ങളാണ്, പക്ഷേ ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. കൃഷിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഉണങ്ങിയ അവസ്ഥയാണ്. ഇത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, പക്ഷേ കുറച്ചും കൂടി പച്ചപ്പുണ്ടെങ്കിൽ ഒന്നും കൂടി ഭംഗിയുണ്ടാവും. പിന്നെ അവിടെ ഒരു നദി ഒഴുകി പോകുന്നുണ്ട്, ദിരാങ് ചൂ അതിലൊഴുകി പോകുന്നുണ്ട്. താഴത്തേക്ക് വന്നു. അപ്പോൾ ഒരു ഗവൺമെൻറ് മിഡിൽ സ്കൂൾ ശാന്തി, വെസ്റ്റ് കാമേൻ ഡിസ്ട്രിക്റ്റിൽ. ഇതാ നദിയാണ് അപ്പുറത്ത്. അപ്പോൾ ഇവിടുന്ന് പോവുകയാണ്. ഇനി പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ കണ്ടു പോവാം. ഇവിടുത്തെ ചെറിയൊരു അങ്ങാടിയാണ് കേട്ടത്. വീടുകൾ, കച്ചവട സ്ഥാപനങ്ങൾ, കോഫി ഷോപ്പുകൾ ഒക്കെ ഉള്ള ചെറിയൊരു അങ്ങാടി. ഇപ്പം ആയതുകൊണ്ട് എല്ലാവരും തീക്കായുണ്ട്. അപ്പം ഞാനും കുറച്ച് സമയം ഒന്നിങ്ങനെ തീക്കായട്ടെ. നല്ല തണുപ്പ് വരാൻ തുടങ്ങി. അപ്പോൾ ഇന്ന് ടെൻ്റ് അടിച്ചിട്ടുള്ളത് ശാന്തി വാലിയിലാട്ടോ. ശാന്തി വാലി, ഇവിടെ ഒരു നദി ഉണ്ട്. ആ നദീൻ്റെ വക്കത്താണ് ഇവിടെ ടെൻ്റ് അടിച്ചിട്ടുള്ളത്. ഇതാ ടെൻ്റ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്, ബൈക്ക് ഇപ്പുറത്ത് നിർത്തിയിട്ടുണ്ട്. ഇതാണ് നദി. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കുറേ റിസോർട്ടുകളൊക്കെ ഉണ്ട്. ആ കാണുന്ന ഓരോ റിസോർട്ടുകളാണ്. ഇതാ അവിടെ റിസോർട്ടുണ്ട്. റിസോർട്ടല്ല, അവിടെ കുറച്ച് ടെൻറ്റുകളാണ്. അങ്ങനെ ഇതൊരു താഴ്വാരമാണ്, വാലിയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ കടക്കാൻ പോവുകയാണ്. അപ്പോൾ ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറി 6:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ മനുഷ്യനൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഇരുട്ടാവും. 4:30 ആകുമ്പോഴേക്ക് ഇരുട്ടാവും ചെയ്യും. പിന്നെ വെറുതെ എന്തിനാ ഇരിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കടക്കാൻ നോക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.